Hi everyone, welcome back to my classroom. Today we are going to discuss a new chapter, process costing. Meaning of process costing. Process costing refers to costing of operations or processes involved in converting raw material into finished products. In short, a settlement of cost at each stage of production is called process costing. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ന്യൂ ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് മീനിങ് ആണ് പഠിക്കുന്നത്. ഇതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും അതുപോലെ ഫീച്ചേഴ്സും ആപ്ലിക്കേഷനൊക്കെ വെച്ചിട്ട് വേറൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട് അതിൻ്റെ മീനിങ്, മെറിറ്റ്, ഡീമെറിറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ ഇതൊരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഇതിനകത്ത് ചെയ്യുന്നത് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സസ്, ദാറ്റ് മീൻസ് റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും വരെ ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ. ആ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3 അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിരിക്കും. അങ്ങനെ ലാസ്റ്റാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. റോ മെറ്റീരിയലിൻ്റെ ഡിഫറെൻറ്റ് ഫോം ആക്കിയതിന് ശേഷം, അതായത് ഒരൊറ്റ പ്രോസസ്സിലൂടെ മാത്രമല്ല ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു വന്നതിന് ശേഷമാണ് ഫൈനൽ പ്രോഡക്റ്റ് ആവുന്നത്. അപ്പോൾ ഓരോ പ്രോസസ്സ് തീരുമ്പോഴും ഓരോ പ്രോസസ്സിൽ ആ പർട്ടിക്കുലർ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വന്നു, ഒരു യൂണിറ്റിന് എത്ര കോസ്റ്റ് വന്നു എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന കോസ്റ്റിങ്ങിനെയാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം, എ സെറ്റിൽമെൻറ്റ് ഓഫ് കോസ്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് പ്രോസസ് കോസ്റ്റിംഗ്. അങ്ങനെ ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ കഴിയുമ്പോഴും കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ കോസ്റ്റ് സെറ്റിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കണ്ടിന്യൂസ് കോസ്റ്റിംഗ് ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ എന്നുള്ള നേച്ചറിലുള്ള ഇൻഡസ്ട്രീസാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു സിംഗിൾ പ്രോസസ്സിലൂടെ അല്ല, കണ്ടിന്യൂസ് ആയിട്ട് കുറേ പ്രോസസ്സിലൂടെ ഫൈനൽ പ്രോഡക്റ്റായി മാറുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസാണ് ഏത് യൂസ് ചെയ്യുന്നത്, പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് കഴിഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. അവർ ബൾക്കായിട്ട് സ്റ്റോക്ക് ചെയ്യുന്ന നേച്ചറിലുള്ള ഇൻഡസ്ട്രീസ് ആയിരിക്കും, ഫേമുകളായിരിക്കും. സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പ്രോസസ് ത്രൂ വിച്ച് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ദെറോൺ ആർ ഡെബിറ്റഡ്. ഓരോ പ്രോസസ്സിലേക്കും വരുന്ന അല്ലെങ്കിൽ ഓരോ ഓപ്പറേഷനിലേക്കും വരുന്ന എക്സ്പെൻഡിച്ചർ എല്ലാം ഡെബിറ്റ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻഡിച്ചറും എൻ്റർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോ പ്രോസസ്സിൻ്റെ എൻഡിലും ആ പർട്ടിക്കുലർ പ്രോസസ്സിൽ എത്ര പ്രോഡക്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് അതിൽ ഓരോ പ്രോഡക്റ്റിനും ഓരോ യൂണിറ്റിനും എത്രയാണ് കോസ്റ്റ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദറ്റ് മീൻസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് പ്രോസസ് ദി കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഡിവൈഡിങ് ദി ടോട്ടൽ കോസ്റ്റ് by the number of units produced at each stage. Not cost, okay, COSTS, by number of units produced at each stage. ഒരു പർട്ടിക്കുലർ സ്റ്റേജ് നമ്പർ 1 അല്ലെങ്കിൽ പ്രോസസ്സ് നമ്പർ 1 ആ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തു, പ്രോസസ്സ് അക്കൗണ്ട് 1 ഓപ്പൺ ചെയ്തു. ആ പ്രോസസ്സ് 1ൽ എന്തെല്ലാം എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യും. ആ ഡെബിറ്റ് ചെയ്ത ആ ടോട്ടൽ എമൗണ്ട് ആയിരിക്കും ആ പ്രോസസ്സിൽ വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ആ കോസ്റ്റ് ഇനി എന്തെങ്കിലും ഗെയിൻ ഉണ്ടെങ്കിൽ അത് നമ്മളവിടെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ബാലൻസിങ് ഫിഗർ ആയിരിക്കും കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു യൂണിറ്റിന് എത്രയാണ് കോസ്റ്റ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക, ഇങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്ന ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോസസ്സിൽ ഇപ്പോൾ 5000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ ഡിവൈഡഡ് ബൈ 5000 കൊടുക്കുക. 500 ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണോ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ 500 കൊടുക്കുക.
അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഈച്ച് സ്റ്റേജ്, ഓരോ സ്റ്റേജിലും എത്രയാണോ കോസ്റ്റ് വന്നിട്ടുള്ളത് അത് ഡിവൈഡഡ് ബൈ ഓരോ സ്റ്റേജിലും എത്രയാണോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഡിവൈഡ് ചെയ്യുക. അവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ് എന്നുള്ളത് കിട്ടും. ദാറ്റ് ഈസ് വൈ പ്രോസസ് കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ആവറേജ് കോസ്റ്റിംഗ്. കാരണം നമ്മളവിടെ ആവറേജ് ആണ് കാണുന്നത്. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആവറേജ് ആണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ ആവറേജ് കോസ്റ്റിംഗ് എന്നുകൂടെ വിളിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. കോസ്റ്റ് ഓഫ് ഈച്ച് പ്രോസസ് ക്യാൻ ബി ഈസിലി കമ്പ്യൂട്ടഡ്. പ്രോഡക്ട്സ് ആർ ഹോമോജീനിയസ്, ഹെൻസ് ഇറ്റ് ഈസ് ടു കമ്പ്യൂട്ട് ആവറേജ് കോസ്റ്റ്. ഇവിടെ ഓരോ പ്രോസസ്സിലെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യലും ഡിഫിക്കൽട്ടേ അല്ല, ഈസിയാണ്. പ്രോഡക്ട്സ് ഹോമോജീനിയസ്, ഒരേ നേച്ചറിലുള്ള പ്രോഡക്ട്സ് ആയിരിക്കും. അതിൻ്റെ ആവറേജ് കോസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ ടു അസൈൻ കോസ്റ്റ് പീരിയോഡിക്കലി അറ്റ് ഷോർട്ട് ഇൻ്റർവൽസ്. പീരിയോഡിക്കലി ഈ ഓരോ ഓപ്പറേഷനിലേക്കും എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് ഷോർട്ട് ഇൻ്റർവെൽസിൽ തന്നെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? അസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓരോ സിംഗിൾ പ്രോസസ്സിലും എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഷോർട്ട് ഇൻ്റർവെല്ലിലും പീരിയോഡിക്കലി എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് അസൈൻ ചെയ്യാൻ സാധിക്കാറുണ്ട്. ദി അക്കൗണ്ടിങ് സിസ്റ്റം ഈസ് എ സിംപിളർ ആൻഡ് ഈസ് ലെസ് എക്സ്പെൻസീവ്. അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് സിമ്പിളാണ്. ഇതിനകത്ത് ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റം പറയുന്നത് സിമ്പിളാണ്, അതുപോലെ എക്സ്പെൻസ് കുറഞ്ഞതുമാണ്. ഇറ്റ് ഹെൽപ്സ് ടു മെഷർ എഫിഷ്യൻസി ഓഫ് ഈച്ച് പ്രോസസ്സ്. ഓരോ പ്രോസസ്സിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഈസിയർ ടു എക്സസൈസ് എഫക്റ്റീവ് കൺട്രോൾ ഓവർ പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷൻ വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും അതിൻ്റെ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു വാല്യൂ വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. അതായത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടായിരിക്കും. അതായത് കംപ്ലീറ്റ് ആയിട്ടില്ല, റോ മെറ്റീരിയലിൽ നിന്ന് വിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോ മെറ്റീരിയലിൻ്റെ സ്റ്റേജിൽ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്, ഫിനിഷ്ഡ് ആയിട്ടുമില്ല, അങ്ങനെയുള്ള സ്റ്റേജാണ് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു വാല്യൂ ലോസസ്, വേസ്റ്റ്, സ്ക്രാപ്പ് എക്സെട്ര. അതുപോലെ തന്നെ ലോസസ് ഉണ്ടെങ്കിൽ നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, അതുപോലെ വേസ്റ്റ്, സ്ക്രാപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യലും അത്ര ഈസിയല്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അപ്പോർഷൻ ടോട്ടൽ കോസ്റ്റ് എമംഗ് ജോയിൻറ്റ് പ്രോഡക്ട്സ് ആൻഡ് ബൈ പ്രോഡക്ട്സ്. ഒരേ നേച്ചറുള്ള സിംഗിൾ പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്പോർഷൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ ജോയിൻറ്റ് പ്രോഡക്ട്സോ ബൈ പ്രോഡക്ട്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലെ ടോട്ടൽ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. ഒരു പ്രോസസ്സിലൂടെ തന്നെ ജോയിൻറ്റ് പ്രോഡക്റ്റ് വരികയാണ്, അതല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്? കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനെങ്കിൽ അപ്പോർഷൻ ചെയ്യാൻ, ഒന്നിലേക്ക് എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പ്രോസസ് കോസ്റ്റ് ആർ ഓൺലി ആവറേജ് കോസ്റ്റ്, ദീസ് ആർ നോട്ട് ആക്യുറേറ്റ്. പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആവറേജ് കോസ്റ്റാണ്. കാരണം നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ആവറേജ് കോസ്റ്റാണ്, ആക്യുറേറ്റ് ഒന്നും ആയിരിക്കില്ല, അത്ര തന്നെ ആക്യുറേറ്റ് ആയിരിക്കില്ല. പ്രോസസ് കോസ്റ്റ് ആർ ഓൺലി ഹിസ്റ്റോറിക്കൽ, ദീസ് ആർ നോട്ട് മച്ച് യൂസ്ഡ് ഫോർ എഫക്റ്റീവ് കൺട്രോൾ. പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ നേച്ചറിലാണ്. എന്ത് ഇവൻറ്റ് സംഭവിച്ചോ അതിൽ എത്ര കോസ്റ്റ് വന്നോ നമ്മൾ റെക്കോർഡ് ചെയ്തു പോകുന്നു. അത് അത്ര തന്നെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറില്ല. ഡിസിഷൻ മേക്കിങ്ങിന് അത്ര എഫക്റ്റീവായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കാറില്ല. അങ്ങനെയുള്ള ചില ഡീമെറിറ്റ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ?